ഒന്നാമതായി വേണ്ടത് അദബാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അറിവിനും മുൻപ് നമുക്കുണ്ടാകേണ്ടതും മരണം വരെ ഒരു വിദ്യാർത്ഥിയായി ജീവിക്കേണ്ട നമുക്കുണ്ടാകേണ്ടതും ഒന്നാമതായി അദബാണ്. ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, വിഖ്യാതനായ ഈ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും, 20 വർഷത്തോളം അദബ് പഠിക്കാനായും അദബുള്ള പണ്ഡിതന്മാരുടെ ഗുരുമുഖത്ത് നിന്ന് അവരിൽ നിന്ന് അവരുടെ സ്വഭാവങ്ങളെയും ഗുണങ്ങളെയും അവരുടെ നയനിലപാടുകളെയും ഒക്കെ കണ്ടു മനസ്സിലാക്കി അവരിൽ നിന്ന് അദബ് എന്ന വലിയ ഗുണം സിദ്ധിക്കാനും അത് മനസ്സിലാക്കിയെടുക്കാനും ശ്രമിച്ചതിന് ശേഷമായിരുന്നു നമ്മുടെ മുൻഗാമികൾ അറിവ് പഠിച്ചിരുന്നത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വിഖ്യാത ഹദീസ് പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കാനു യത്ലുബൂനൽ അദബ് സുമ്മൽ ഇൽം. ആദ്യം അവർ സ്വാംശീകരിക്കാൻ ശ്രമിച്ചിരുന്നത് മര്യാദകളായിരുന്നു, അദബായിരുന്നു. പിന്നെയായിരുന്നു അവർ അറിവ് സ്വാംശീകരിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ മുഅദ്ദിബീങ്ങൾ എന്ന പേരിലുള്ള പണ്ഡിതന്മാരെ തന്നെ നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും. സ്വന്തം ശിഷ്യന്മാരെ ആ നിലക്ക് വളർത്തിയെടുത്ത ആളുകൾ. പ്രസിദ്ധ താബിഈ പണ്ഡിതനായിരുന്ന ഇമാം ദഹാഖ് ഇബ്നു മുസാഹിം റഹ്മത്തുള്ളാഹി അലൈഹി അറിവിൻ്റെ തൻ്റെ മുൻഗണനാ ക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ അറിവ് നേടുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് അദബ് ഉള്ളതുപോലെ തന്നെ ആദ്യം അവൻ ശ്രദ്ധിക്കേണ്ടത് അസ്വംത്, നിശബ്ദനായിരിക്കാൻ പഠിക്കുകയാണ്. നിശബ്ദനായിരിക്കാൻ പഠിക്കുകയാണ്. എല്ലാവിധ അറിവും നേടിയ വലിയ വിജിഗീഷുവാണ് താനെന്ന് അഹങ്കരിച്ചിരിക്കുകയല്ല, നിശബ്ദനാകാൻ പഠിക്കണം. പിന്നെ ഇസ്തിമാഉ, പിന്നെ കേൾക്കാൻ പഠിക്കണം, ശ്രദ്ധിച്ച് കേൾക്കാൻ പഠിക്കണം. കേൾക്കുന്നത് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പഠിക്കണം. സുമ്മൽ അമലു ബിഹി, പിന്നീട് അത് തൻ്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ അവന് സാധിക്കണം. സുമ്മ നശ്റുഹു വ തഅലീമു, പിന്നെയാണ് ഇത് പകർന്നു കൊടുക്കുന്നതിനെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും അവൻ ആലോചിക്കേണ്ടതും അവൻ ചിന്തിക്കേണ്ടതും.